ഈ ടീനേജിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ മോക്ക്? ഈ ലവ് എന്നുള്ള പേരിൽ നടക്കുന്നത് എന്താ പറയുക, ഡേറ്റിംഗ്, അതുപോലെ തന്നെ സീക്രട്ട് സെക്സ്, പ്രഗ്നൻസി, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് മുന്നോട്ടുള്ള ഭാവിയിൽ ഇപ്പം ആ ടീനേജിൽ വരുന്ന ആ കുട്ടിക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിനെ കൂടി ബാധിക്കുന്നുണ്ട്. എത്ര സ്വപ്നം കണ്ടിട്ടാണ് ഒരു ഫാമിലി ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നത്? എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുക? ആ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു കാര്യം കൊണ്ട്, ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് തകർന്നു പോവാണ് എല്ലാവരും. ലവ് ഒന്നും വേണ്ടാന്നല്ല, ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. നീ എപ്പോഴാണോ നീ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എപ്പോഴും. പിന്നൊരു കാര്യം ഞാൻ എപ്പോഴും നിന്നോട് പറയാറുണ്ട്, നമ്മളെപ്പോഴും എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിലും ഹെൽത്ത് റിലേഷൻഷിപ്പ് ആയിരിക്കണം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾക്കൊരു ട്രൂ ലവ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ ഒരു മിസ്യൂസ് ചെയ്യേ അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്യേ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല, ട്രൂ ലവ് ആണെങ്കിൽ. പക്ഷേ അതൊരു വേറെ രീതിയിലേക്കാണ് പോകണമെങ്കിൽ നീ അത് മനസ്സിലാക്കണം. നോ പറയേണ്ടടുത്ത് നീ നോ പറയണം. അല്ലാതെ അവിടെ നിൻ്റെ ഇമോഷൻസ് മാത്രം വെച്ച് നീ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, അത് നീ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നിൻ്റെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ നിനക്കറിയാം, എനിക്ക് നീയും ചെറിയ വാവിയും ആണുള്ളത്. നീയാണ് ഞങ്ങളെ പ്രതീക്ഷ.